വാടാ. അങ്ങോട്ട് ഇരിക്കടാ മോനെ. ഇരിക്കും മോനെ. മോനെ സത്യനെവിടെ? അവൻ പോയോ? ഞാനിവിടെ ഉണ്ട്. ഇനിയിവിടെ എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പോയിട്ട് നാളെ വരാം. ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛനാണോ സത്യേട്ടനെ ഏൽപ്പിച്ചേ? കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ചെല്ലരുതെന്ന് ഗോകുൽ അറിയിച്ചതായി വക്കീൽ എന്നോട് പറഞ്ഞു. പിന്നെ ഇവനെയല്ലേ എനിക്ക് അയക്കാൻ പറ്റൂ. അങ്കിൾ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചു ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടും വിടാതെ ഗോകുലിനെ നോക്കിക്കോണേ. ദിവസവും 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാൻ എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അച്ഛന്റെ അമ്മയുടെ ഇന്ദുവിന്റെ ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് അതിന് സമയം ഉണ്ടാവുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ സത്യം വന്നിരിക്കേ, അവന്റെ കൂടെ ഇരുന്നൊരു ചായ കുടിച്ചിട്ട് പോടാ. വേണ്ടെങ്കിൽ ഞങ്ങൾ വഴിയിലിറങ്ങി ചായ കുടിച്ചു. അങ്കിള് വിളിക്കുമ്പോ ഞാൻ ചെറിയൊരു കുടുംബ പ്രശ്നത്തിലായിരുന്നു. ഇനിയിപ്പോ പോയിട്ട് അതെന്തായെന്ന് അന്വേഷിക്കണം. അതൊക്കെ എപ്പോഴേ സോൾവ് ആയി സത്യേട്ടാ. ഇന്ദ്രേട്ടനും അമ്മ ഇവിടെ വന്നിരുന്നു. ഇന്ദ്രേട്ടൻ അമ്മയോടൊപ്പം ഇവിടെ വന്നോ? എന്നിട്ട് അങ്കിള് പണം കൊടുത്തോ? ഇന്ദ്രന് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നുകൂടെ സത്യ? പെട്ടെന്നുണ്ടായൊരു പ്രതിസന്ധിയിൽ ഞാൻ അവരെ സഹായിച്ചെന്നേ ഉള്ളൂ. അത് സത്യനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാ മതി. എന്തായാലും സത്യം വിട്ടോ. കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലെന്ന് വേണ്ട. നമുക്ക് നാളെ കാണാം. ശരി, പോയിട്ട് വരാം. ശരി. എടി, നീ അവന് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. വേഗാട്ടെ ചെല്ലുമോണ. ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാം. നീ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ശരി. ചെല്ല്. ശ്യാമേട്ട എന്നോട് വരുന്നുണ്ടോ? ഇല്ല സോനെ. അമ്മയോട് ശ്യാമേട്ട ക്ഷമയൊന്നും ചോദിക്കണ്ട. പക്ഷെ ജയിലിൽ പോകാതെ രക്ഷിച്ചതിന് അമ്മയോട് നന്ദി പറഞ്ഞേ പറ്റൂ. ഒന്ന് വാ ശ്യാമേട്ട, വാ വാ പ്ലീസ് വാ. സോനെ എന്താ എന്താ നന്ദി പറയാം. അമ്മയോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ശ്യാമേട്ടൻ അമ്മയ്ക്കെതിരെ സംസാരിച്ചിട്ടും ശ്യാമേട്ടനൊരു കുരുക്കിപ്പെട്ടപ്പോ അമ്മ സഹായിച്ചല്ലോ. അതിന് നീയല്ലല്ലോടി നന്ദി പറയേണ്ടത്, ഇവനല്ലേ. ആരുടെ മുമ്പിൽ തല ഊനിച്ചാലും എന്റെ മുമ്പിൽ തല ഊനിക്കാൻ ഇവന് മടിയല്ലേ. ഞാൻ ഇവനെ വിചാരിച്ചൊന്നുമല്ല സഹായിച്ചത്, നിന്നെ ഓർത്താ. നീ എന്റെ മോളായി പോയില്ലേ. ഇവിടെ വന്നു കയറിയ മരുമക്കളൊക്കെ എനിക്ക് ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ. അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞ് ശ്യാമേട്ടനെ വീണ്ടും അകറ്റി നിർത്തല്ലേ. ഞങ്ങള് രണ്ടാളും ഇനി അമ്മ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോളാം, അല്ലേ ശ്യാമേട്ട? അമ്മായിയമ്മ അനുസരിച്ച് ജീവിക്കണ്ടേ അവന് നാണക്കട സോനെ. അതല്ലേ കള്ളും കുടിച്ച് അവൻ ഇന്ദ്രന്റെ മുമ്പിലിരുന്ന് കരഞ്ഞത്. എന്നിട്ട് എന്തായി? നിന്നെ രക്ഷിക്കാൻ അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നല്ലോ. കേസിന്ന് രക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ ഇന്ദ്രനോട് സംസാരിച്ചെന്തെന്ന് ഇന്ദ്രനെ അറിയാം. അതുകൊണ്ടാ എനിക്കൊരു അപകടം വന്നപ്പോ എന്നെ കൈവിടായിരുന്നത്. ഇന്ദ്രനെ എന്റെ മോന. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എന്റെ മകൻ എന്റെ കൂടെ തന്നെയുള്ളത് എന്തുകൊണ്ടാണെന്ന് മാത്രം നീയൊക്കെ ഒന്ന് ആലോചിച്ചാ മതി. നിനക്ക് വേണ്ടി സച്ചി സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 15 ലക്ഷം വാങ്ങിയതേ ഇന്ദ്രനെ കാണിച്ചുകൊണ്ടാ. ഇനി ആ 15 ലക്ഷത്തിന്റെ പ്രത്യുപകാരം ഇന്ദ്രൻ സച്ചി സാറിന് വേണ്ടി ചെയ്യണം.
അതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും ഊഹിക്കാലോ. ഞാൻ അതിനു വേണ്ടി കാര്യങ്ങൾ നീക്കുമ്പോ അതിനെ വിമർശിക്കാതെ കൂടെ നിൽക്കണം. അതാണ് നിങ്ങൾ രണ്ടാളും എന്നോട് കാണിക്കേണ്ട നന്ദി. അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ സോനെ? അല്ല, ആ സച്ച സാർ ഇന്ദിരേട്ടനൊക്കെ അതിന് തയ്യാറാവും? അവരതിന് തയ്യാറാവുകയാണെങ്കിൽ നടക്കട്ടെ ശ്യാമേട്ട. നമ്മൾ എതിർക്കാൻ പോകാതിരുന്നാ മാത്രം മതി. അമ്മ ജയിച്ചാ നമുക്കും അതിന്റെ നേട്ടമുണ്ടോ? നമ്മൾ ഇനി അത് മാത്രം വിചാരിച്ചാ മതി. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇതുവരെ ഒരു വിവരം അറിയിച്ചില്ലല്ലോ ചേരു. അവരവിടെ നേരത്തെ എത്തിക്കാണും. ഇനി പ്രശ്നങ്ങൾ എന്തെങ്കിലും? അച്ഛന് പ്രശ്നങ്ങളൊന്നും വരില്ല ചേച്ചി. ആദിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് രഘുവേട്ടനോട് സ്വർണം ചോദിച്ചിരിക്കാം. അതിന്റെ പേരിൽ ചില സംസാരങ്ങൾ ഉണ്ടാകാന്നല്ലാതെ അക്രമത്തിലേക്കൊന്നും കടക്കാനിടയില്ല. എന്തായാലും അച്ഛന്റെ വിവരങ്ങള് എത്രയും പെട്ടെന്ന് നമ്മളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും കൂടിയില്ലേ? കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് രഘുവേട്ടനെ അങ്ങോട്ട് വിളിക്കാം. ആ, അമ്പിളി ചേച്ചി. ആ, നീ അടുത്ത് സംസാരിക്കേ. ഞാനേ സ്പീക്കറിലിടാം. ഇനി അനുചേച്ചി ഒന്നും ഒളിക്കാനില്ലല്ലോ. തൽക്കാലേ ചേച്ചി റിയാക്ട് ചെയ്യാതിരുന്നാ മതി. ഹലോ അമ്പിളി ചേച്ചി, എന്താ വിളിക്കാൻ താമസിച്ചേ? ഞങ്ങളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ അവിടെ ഉണ്ടല്ലോ അല്ലേ? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നാളെ അച്ഛൻ നിങ്ങളെയൊക്കെ വിളിക്കുമായിരിക്കും. ചേച്ചിയുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നെ? അതില് അച്ഛനോടെല്ലാം പറഞ്ഞോ? എന്താ അവന്റെ ഡിമാൻഡ്? ചിരു, അനു അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇക്കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ചേച്ചി പറഞ്ഞോ? അനുചേച്ചി കിച്ചണില്ല. അച്ഛൻ എല്ലാ സത്യവും അറിഞ്ഞു.